ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ആലിയ കട്ട് ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ. അതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവും നമുക്കിതുപോലെ തന്നെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എളുപ്പമുള്ളതെല്ലാം ആദ്യം സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളത്, നമുക്ക് ബാക്കിലേക്ക് രണ്ട് ഡോറ് കൊടുക്കുന്നുണ്ട് വലിച്ചു കെട്ടാൻ പാകത്തിന്. ക്രോപ്പ് ടോപ്പിന് ഇപ്പോഴത്തെ മോഡൽ ആലിയ കട്ട് ക്രോപ്പ് ടോപ്പിന് അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. എന്നിട്ട് ഒരരികിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ ഫുള്ളായിട്ട് അതും നമുക്ക് രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡോറീസ് രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഡോറ് രണ്ടും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കട്ടിങ്ങിൻ്റെ വീഡിയോ കാണുക. നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഡോറീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ വി നെക്കാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ അരിക് ഇതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്ക് അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയലാണിത്. അപ്പം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് നെക്കൊക്കെ നമ്മൾ അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയലൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അരികെ ഇതുപോലെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്ക് നെക്ക് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൊത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്ക് നെക്കിലെ അടിച്ചു മറിക്കുന്ന മെറ്റീരിയലിൽ മാത്രം സ്റ്റിച്ചിങ് വീഴാൻ പാകത്തിന് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഉള്ളിലേക്ക് മറിച്ച് അടിക്കുന്ന മെറ്റീരിയലിൽ മാത്രം സ്റ്റിച്ചിങ് വീഴാൻ പാകത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്ക് നമുക്കിതുപോലെ നെക്കിന് സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് ഇതുപോലെ വി നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ കൊണ്ടുവന്നപ്പോൾ സൂചി നിർത്തി കൊടുത്തിട്ട് മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് അതും ഫുള്ളായിട്ട് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം. ആ വി ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് വെച്ചിട്ട് നമുക്കത് അടിച്ചെടുക്കണം. ഉള്ളിലേക്ക് മറിച്ച് നമുക്ക് നല്ല മെറ്റീരിയൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇതിന് ഇനി നമുക്ക് ഇവിടെ നമുക്ക് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. നമുക്ക് താഴെ ആ ഫ്രില്ലിട്ടെടുക്കാനുള്ള മെറ്റീരിയലാണ്. ബാക്ക് നെക്കിൽ ബാക്ക് പാർട്ടിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ്, ഫ്രണ്ട് പാർട്ട് നമുക്കൊന്ന് ചരിച്ചിട്ടാണ്. അതൊക്കെ നമ്മൾ കട്ടിങ്ങിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇത് കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതുപോലെ ചരിച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് പീസ് നമുക്കൊന്ന് ആദ്യം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രില്ലിട്ട് യോക്ക് പാർട്ട് വെച്ചിട്ട് അതിൻ്റെ ആദ്യം സ്കർട്ട് പാർട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ യോക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമുക്കിതുപോലെ ഫ്രിൽസുകൾ ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ഫ്രിൽസുകൾ ഇട്ട് കൊടുക്കുക. റയോണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇത് പിന്നെ റയോണിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല സുഖമായിരിക്കും. നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. ഒരുപാട് ചൂടെടുക്കാത്ത ടൈപ്പ് മെറ്റീരിയലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ വേണ്ടവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. വേറെ കളേഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ മെറ്റീരിയൽ കാണിച്ചു തരും. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ലോ റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ച് ഉള്ളിലേക്ക് വെച്ചിട്ടും മടക്കി വെച്ചിട്ട് നമ്മൾ പുറത്തുകൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ വി ആകൃതിയിൽ തന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ എന്നിട്ട് ഒരു പ്രസർ അകലത്തിൽ നമുക്കൊന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ മറിച്ചിട്ടിട്ട് ഒരു പ്രസർ അകലത്തിൽ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് നെക്ക് നമ്മൾ ഫുള്ളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിൽ താഴെ ആ ഫ്രില്ലിടാനുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. അത് വി പോലെയാണ് വരുന്നത്, ആലിയ കട്ടായതുകൊണ്ട്. ഇതുപോലെ
ഒരു ചരിഞ്ഞിട്ടാണ് വരുന്നത്, കണ്ട ചരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് യോക്ക് പാർട്ടും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതും വി പോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് കണ്ടോ ഇതുപോലെ വി പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ച് വീതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രില്ല് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് കിട്ടാൻ പാകത്തിന് നോക്കുക. യോക്ക് പാർട്ടിൻ്റെ സ്കർട്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വരാൻ പാകത്തിന് നോക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്താ ചെയ്ത് വി പോലെ നമ്മൾ ചരിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ നോക്കണം. ഇതുപോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ അതും ഫുള്ളായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് സെൻറ്റർ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ സൂചി നിർത്തി കൊടുത്തിട്ട് താഴേക്ക് വീണ്ടും അത് ചരിച്ച് വെച്ചിട്ട് നമുക്ക് വീണ്ടും താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. ഇതുപോലെ സൂചി നിർത്തി കൊടുത്തിട്ട് ഇതുപോലെ താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടി ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞാണ് വരുന്നത്. ഇതുപോലെ. എന്നിട്ട് നമുക്കിനി ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബാക്ക് പാർട്ട് ഇവിടെ എടുക്കാം. ബാക്ക് പാർട്ട് എടുത്തിട്ട് ഇതുപോലെ ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് അടിച്ച് ഷോൾഡർ അടിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഷോൾഡർ അരികിൽ നിന്ന് ഇതുപോലെ അടിച്ചു കൊണ്ടുവന്നിട്ട് നെക്കിൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ബാക്ക് പാർട്ടിലെ നെക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പുറത്തേക്ക് വെച്ചിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും അത് കാണിച്ചിട്ടുണ്ട്, ഷോൾഡർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ നെക്കിനെ അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിടുക. അന്നേരം മറിച്ചെടുക്കുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് പൊക്കോളും അത്. അങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിച്ചു കൊടുക്കണം. ബാക്ക് നെക്ക് നമ്മൾ ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ഈ ഷോൾഡർ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് അടിച്ചു കൊടുക്കേണ്ടത്. ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ മടക്കി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. സ്ലീവ് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. കൈക്കുഴിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ വെച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഷോൾഡർ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിൽ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് കൈക്കുഴി വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇങ്ങനെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ക്രോപ്പ് ടോപ്പും മറ്റും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടുക്ക മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുണ്ട്. പല ഐറ്റം മെറ്റീരിയൽസും ഉണ്ട്. ഞാനീ പറഞ്ഞോട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. സ്ലീവ് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സൈഡാണ് അടിച്ചു കൊടുക്കേണ്ടത്. സൈഡ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും യോക്ക് പാർട്ട് തീരുന്നിടത്ത് നമുക്ക് ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്കിപ്പം ഇനി സൈഡ് അടിച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ 2ആയിട്ട് മടക്കുക. സ്ലീവ് മടക്കിയതിന് ശേഷം അരികിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് തീരുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഡോറി വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് അടിച്ച് മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം താഴ്ഭാഗം നമുക്ക് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കൊരു ആലിയ കട്ട് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പാണിത്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി കാണുക. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.